പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ വെച്ച് US പ്രതിനിധി സംഘവും ഇറാനിലെ വിദേശകാര്യ മന്ത്രിയുമായി ഒരു മധ്യസ്ഥ ചർച്ചയ്ക്ക് പാകിസ്ഥാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ ആ ചർച്ച ശരിക്കും ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇറാൻ പ്രതിനിധികൾ തിരികെ അവരുടെ രാജ്യത്തേക്ക് തന്നെ പോയി. ഇവിടെ ഇസ്ലാമാബാദിൽ വന്നു. ജസ്റ്റ് അവരവിടെ കാണേണ്ടവരെയൊക്കെ പാകിസ്ഥാനിലുള്ള ആൾക്കാരെയും അല്ലെങ്കിൽ അത് ആ പറയുന്ന പിന്നെ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അമേരിക്കൻ സംഘം എത്തുന്നതിന് മുമ്പ് തന്നെ തിരികെ പോയി. അപ്പോൾ തന്നെ ചർച്ച പൊളിഞ്ഞു. പാകിസ്ഥാൻ ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ തങ്ങൾ സമാധാനപ്രിയരാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന ഇത്തരത്തിലുള്ള ഇപ്പോൾ ലോകം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ യുദ്ധത്തിന് ഒരു വിരാമമിടാൻ ഞങ്ങൾ, പശ്ചിമേഷ്യൻ ഈ യുദ്ധത്തിന് വിരാമമിടാൻ ഞങ്ങൾ മുൻകൈ എടുക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയതാണ്. പക്ഷേ ആകെ ചീറ്റിപ്പോയി. ഇപ്പോൾ ഇറാൻ ചില പുതിയ നിബന്ധനകൾ അമേരിക്കയുടെ മേൽ പറയുന്നുണ്ട്. ആ നിബന്ധനകൾ എന്താണ്? എന്തുകൊണ്ട് ഈ ചർച്ച അതിൻ്റെ ഒരു പരിസമാപ്തിയിൽ, അല്ലെങ്കിൽ മുഖാമുഖം കണ്ട് അതിനൊരു പരിസമാപ്തി ഉണ്ടാക്കുന്നതിൽ വിജയിക്കാതെ പോയി? ചുരുക്കി പറഞ്ഞാൽ, ഈ ലോകത്ത് സമാധാനമുണ്ടാക്കാൻ ഒരു ഇടപെടൽ ആകാനായിട്ടാണ് പാകിസ്ഥാൻ ശ്രമിച്ചത്. ഇപ്പോൾ അടപെടൽ ആയിപ്പോയി. അതാണിപ്പോൾ അവസ്ഥ. ചുരുക്കി പറഞ്ഞാൽ അത്രേ ഉള്ളൂ. ഇറാനും അമേരിക്കയുമായിട്ട് ഏതാണ്ട് 1.5 മാസത്തിലധികം, 2 മാസം ഒന്ന് കൂട്ടിക്കോളും, നടക്കുന്ന യുദ്ധം, അതിൻ്റെ മധ്യസ്ഥനാകാൻ വേണ്ടി സുവർണാവസരം ഇന്ത്യക്കുണ്ടായിരുന്നു, അത് പ്രയോജനപ്പെടുത്തിയില്ല എന്ന വിമർശനങ്ങൾ നിൽക്കെയാണ് പാകിസ്ഥാൻ കയറി ഗോളടിക്കാൻ നോക്കിയത്. പക്ഷേ പാകിസ്ഥാൻ ഇപ്പോൾ ലോകത്തിൻ്റെ മുമ്പിൽ നാണം കെട്ട് നിൽക്കുന്ന ഒരവസ്ഥയിലാണ്. ഒരു പക്ഷേ ഈ ഒരു ഒത്തുതീർപ്പ് ധാരണയിൽ എത്തിക്കാൻ ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഈ ഒരു സംഘർഷം ലോകത്തെമ്പാടും അതുമൂലമുള്ള കെടുതികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് മധ്യസ്ഥനാകാൻ പാകിസ്ഥാന് സാധിച്ചിരുന്നെങ്കിൽ പാകിസ്ഥാൻ്റെ പ്രതിച്ഛായ അങ്ങ് മാറുകയാണ്, സ്വിച്ചിട്ട പോലെ. ഇമേജ് അങ്ങ് മാറ്റാം. അതെ, ഒരു ഇമേജ് അങ്ങ് മാറുകയാണ്. കാര്യം പാകിസ്ഥാനിലുണ്ടാകുന്ന ഭീകര സംഘടനകളെയൊക്കെ അന്താരാഷ്ട്ര ഭീകര സംഘടനയായിട്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന രാജ്യമാണ് അമേരിക്ക, തീർച്ചയായിട്ടും. അതേപോലെ UN-ഉം. അപ്പോൾ അങ്ങനെയുള്ളൊരു രാജ്യത്ത് ഒരു മധ്യസ്ഥ ചർച്ച നടത്തുക, ആ മധ്യസ്ഥ ചർച്ച വിജയിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള പാകിസ്ഥാൻ്റെ ശ്രമം, അല്ലെങ്കിൽ അവർ ഞങ്ങൾ പഴയ ആൾക്കാരൊന്നുമല്ല, പുതിയ ആൾക്കാരാണെന്ന് അവർ ആണയിട്ടുകൊണ്ടിരിക്കുകയാണ്, അതിനൊരു പിന്താങ്ങലാകും വന്നേനെ. പക്ഷേ ഈ എന്താ പറയുക, ഈ മുകളിലുള്ള എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ, ദൈവം എന്ന് പറയുന്നയാൾ അർഹിക്കുന്നതിലേ കിട്ടൂ. പാകിസ്ഥാൻ പക്ഷേ അർഹിക്കുന്നതന്നെ കിട്ടി. ആ മധ്യസ്ഥ ചർച്ച അത് പാതി വഴിയിൽ ഉപേക്ഷിക്കുന്ന അവസ്ഥയിലേക്ക്. അതായത് പ്രേമ, ഒരു യോഗ്യതയും ഇല്ല ഇത്തരത്തിലൊരു സമാധാന ചർച്ചയ്ക്ക് വിളിക്കാൻ. എന്ത് യോഗ്യത അല്ലേ? അതായത് ഇപ്പോൾ ഒരു മധ്യസ്ഥ ചർച്ച നടക്കണമെങ്കിൽ, ഏതെങ്കിലും ഒരു രാജ്യത്ത് മധ്യസ്ഥ ചർച്ച നടക്കണമെങ്കിൽ അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വമാണ് ഇടപെടുക. തീർച്ചയായും അവിടുത്തെ ഭരണാധികാരി, അവിടുത്തെ പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ ആരെങ്കിലും ആയിരിക്കും അതിന് ഇടപെടുക. പക്ഷേ പാകിസ്ഥാനിൽ കാര്യങ്ങളൊക്കെ നേരെ തലതിരിവാണ്. അവിടെ സൈനിക മേധാവി അസീം മുനീറാണ് മുഖ്യ മധ്യസ്ഥൻ. ഷഹ്ബാസ് ഷെരീഫും കാര്യകർത്താവായിട്ട് കൂടെ ഉണ്ട്. പക്ഷേ അസീം മുനീറാണ് ഈ 2 കൂട്ടരുമായിട്ട് ചർച്ച നടത്താനായിട്ട് മുൻകൈ എടുത്ത് നിൽക്കുന്നത്. അത് തന്നെ ഒരു പൊരുത്തക്കേടാണ്. ഏതായാലും ആദ്യഘട്ട ചർച്ചകൾ വളരെ മുന്നോട്ട് പോയി എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഇവർ അമേരിക്കയെയും ഇറാനെയും ഒരു മേശയുടെ 2 അറ്റത്തും കൊണ്ടുവരുത്തി ഉള്ളതാണല്ലോ സാധാരണഗതിയിൽ മധ്യസ്ഥ ചർച്ച. പക്ഷേ ഇസ്ലാമാബാദിലെ ആദ്യവട്ട ചർച്ചകൾ നടന്നു. അപ്പോൾ അവിടെ പങ്കെടുത്തത് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് JD വാൻസും അദ്ദേഹത്തിൻ്റെ പ്രതിനിധി സംഘമാണ്. ഇറാൻ്റെ സ്പീക്കറാണ് വന്നത്. അപ്പോൾ ആ ചർച്ച കാര്യമായ പുരോഗതി ഇല്ലാണ്ട് പിരിഞ്ഞു. പക്ഷേ തുടർ ചർച്ചകൾ ഉണ്ടാകാം. ആ തുടർ ചർച്ചകൾക്ക് ഇപ്പോൾ വേദി ഒരു കാര്യം. അതിനുശേഷം യുദ്ധം വീണ്ടും രൂക്ഷമായി. ഹോർമൂസിൽ 2 രാജ്യങ്ങളും അമേരിക്കയും ഇറാനും മത്സരിച്ച് ഉപരോധം ഏർപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ പ്രശ്നം അടിയന്തരമായി പരിഹരിക്കപ്പെടേണ്ട ഒരു സാധ്യതയും കൂടിയുണ്ട്. കൂടാതെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഒരു എക്സിറ്റ് പ്ലാനെക്കുറിച്ച് ചിന്തിക്കുക, ഈ യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കേണ്ട ട്രംപിൻ്റെയും കൂടി ഒരു ആവശ്യമായി മാറി. ഇപ്പോൾ അങ്ങനെ ആയി തീർന്നു. അതെ, അപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ച് ഒരു സുവർണ അവസരം, ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് കിട്ടിയത്. എന്നിട്ട് പോലും അത് പ്രയോജനപ്പെടുത്താൻ പറ്റിയില്ല. ഏതായാലും ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചി ഏതായാലും പാകിസ്ഥാനിൽ വന്നു. പാകിസ്ഥാനിൽ വന്നിട്ട് ഞങ്ങൾക്ക് പറയാനുള്ള കാര്യം, അവർ അമേരിക്കയുമായിട്ട് ഒരു നേർക്കുനേർ ചർച്ചയ്ക്കാണ് പാകിസ്ഥാൻ ശ്രമിച്ചത്. പക്ഷെ അതിന് ഞങ്ങൾക്ക് തയ്യാറല്ല എന്ന നിലപാടെടുത്തിട്ട് അമേരിക്കയിലോട് പറയാനുള്ള കാര്യം അത് പാകിസ്ഥാനെ പറഞ്ഞേൽപ്പിച്ചിട്ട് അബ്ബാസ് അറക്ചിയും സംഘവും നേരെ ഒമാനിലേക്ക് പോയി. അവിടുന്ന് റഷ്യയിലേക്കും പോയി. ഒമാൻ ഇറാനുമായിട്ടുള്ള സൗഹൃദ രാഷ്ട്രമാണ്. ഈ പറയുന്ന ഹോർമൂസ് കടലിടുക്കിൻ്റെ ഒരറ്റത്ത് ഇറാനും മറ്റേ അറ്റത്ത് ഒമാനുമാണ്. അതുകൊണ്ടാണ് ഒമാനുമായിട്ടുള്ള ചർച്ചകൾക്ക് പോയത്. തങ്ങളുടെ മേഖലയിലുള്ളവരുടെ പിന്തുണ കൂടി തേടുക. കൂടാതെ റഷ്യ അവരുടെ ഉറ്റ സൗഹൃദ രാഷ്ട്രം. അപ്പോൾ റഷ്യയുടെയും കൂടി പിന്തുണ കിട്ടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് വിദേശകാര്യമന്ത്രി ഈ ചർച്ചയ്ക്ക് നിൽക്കാതെ നേരെ
അങ്ങോട്ടേക്ക് പോയത്. അപ്പോൾ ഇത് അറിഞ്ഞുകൊണ്ട് അപ്പോൾ തന്നെ ട്രംപ് വൈറ്റ് ഹൗസിൽ നിന്ന് ഉത്തരവിട്ടു, നമ്മുടെ പ്രതിനിധി സംഘം അങ്ങനെയാണെങ്കിൽ പോകണ്ട, ആ ചർച്ച റദ്ദാക്കി. പക്ഷേ രസകരമായ സംഗതി, ഈ പാകിസ്ഥാൻ ഈ ചർച്ചകൾക്കൊക്കെ വേദി ഒരുക്കുന്നെങ്കിൽ തന്നെയും അവിടെ ഈ അമേരിക്കൻ പ്രതിനിധി സംഘത്തിന് ഉപയോഗിക്കേണ്ട ടോയ്ലറ്റ് അടക്കം ഏതാണ്ട് 3 ചരക്ക് വിമാനങ്ങളിൽ സാധന സാമഗ്രികളുടെ അത്രയ്ക്ക് വിശ്വാസമാണ് പാകിസ്ഥാൻ. അപ്പോൾ അത്രയ്ക്ക് ഉണ്ടാക്കിയ ഒരു സംഗതിയാണ് അവിടെ നടന്നത്. വലിയ മുന്നൊരുക്കങ്ങൾ നടത്തി. അവിടെ നമ്മുടെ അസീം മുനീർ ഒരേ സമയം ഇറാൻ പ്രതിനിധികളോടും അമേരിക്കൻ പ്രതിനിധികളോടും നിരന്തരം ആശയ സമ്പർക്കത്തിൽ ഏർപ്പെടുമ്പോൾ ഇതിനുള്ള ഒരു അന്തരീക്ഷം ഒരുക്കലായിരുന്നു പാകിസ്ഥാൻ്റെ വിദേശകാര്യമന്ത്രി ഇഷാഖ് ദറിൻ്റെ ചുമതല. അദ്ദേഹം സൗദിയോടും ഖത്തറിനോടും ഈജിപ്തിനോടുമൊക്കെ ഈ സമാധാന സംഗതികളെക്കുറിച്ച് നിരന്തരം ആശയവിനിമയം നടന്നു. ഇതിനൊക്കെ കാഴ്ചക്കാരനായി നിന്ന അവിടുത്തെ പ്രധാനമന്ത്രി ഷഹ്ബാസ് ഷെരീഫും ചർച്ചകളുടെയൊക്കെ ഭാഗമായി. അപ്പോൾ ഈ പറയുന്ന അമേരിക്കൻ സംഘം അവിടെ എത്തി ചർച്ചകൾ നടത്തിയാൽ ഒരു പക്ഷേ പ്രയോജനമുണ്ടായാനെ. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പോൾ പാകിസ്ഥാൻ നാണം കെട്ടുമെന്ന് പറയാൻ കാരണം ഏതാണ്ട് 1ാം വട്ട ചർച്ചകൾ നടന്നപ്പോൾ തന്നെ നമ്മുടെ അവിടുത്തെ ഒരു പൊതുസ്ഥിതി മനസ്സിലായി. കാരണം ഈ ചർച്ച നടന്നത് ഇസ്ലാമാബാദിലെ സെറീന എന്ന് പറയുന്ന ഒരു 5 നക്ഷത്ര ഹോട്ടലിലായിരുന്നു. അവിടെ ഒരു AC സ്യൂട്ട് റൂമിന് ഏതാണ്ട് പ്രതിദിനം 15,000 രൂപ, ഇന്ത്യൻ കറൻസിയിൽ 15,000 രൂപയും ഏറ്റവും VVIP സ്യൂട്ടുകൾക്ക് 2.5 ലക്ഷം രൂപ വരെയുമാണ് നിരക്ക്. അങ്ങനെ ഒരു 5 ദിവസത്തേക്ക് വേണ്ടി 1ാം വട്ട ചർച്ചകൾക്ക് വേണ്ടി ആ ഹോട്ടൽ മുഴുവൻ ബുക്ക് ചെയ്തിരുന്നു. പക്ഷേ പാകിസ്ഥാൻ ഈ പറയുന്ന ബില്ല് സെറ്റിൽ ചെയ്തില്ല. അപ്പോൾ അത് വലിയ വിവാദമായപ്പോൾ ആ ഹോട്ടൽ ഉടമ തന്നെ മുൻകൈയെടുത്ത് പറഞ്ഞു, ശരി ഞങ്ങളത് വേണ്ടാന്ന് വയ്ക്കാം, ലോക സമാധാനത്തിന് വേണ്ടി ഞങ്ങളുടെ കമ്പനിയുടെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന രീതിയിൽ അത് കണക്കാക്കുന്നു എന്ന് പറഞ്ഞ് ആ പ്രശ്നം സോൾവ് ആക്കി. ഈ 2ാമത്തെ ചർച്ചയാണ് അതിലും രസകരം. കാര്യം ഒരു 1.5 ആഴ്ചയായിട്ട് ഇസ്ലാമാബാദിൽ ആ പ്രദേശത്ത് ലോക്ക്ഡൗൺ ആണ്. റെഡ് സോണായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് അവിടുത്തെ സർക്കാർ ഓഫീസുകളടക്കം പ്രവർത്തിക്കുന്നില്ല, വിദ്യാലയങ്ങൾക്ക് പ്രാദേശിക അവധി കൊടുക്കുന്നു, ഏതാണ്ട് 20,000-ഓളം സൈനികരെ അവിടെ വിന്യസിക്കുന്നു. സർക്കാർ ഓഫീസുകളിലല്ലാതെ സ്വകാര്യ വാഹനങ്ങൾ പോലും നിരത്തുകളിൽ അനുവദിക്കുന്നില്ല. ഈ ഇറാൻ സംഘം അവിടെ വരുമ്പോൾ അവരുടെ വിമാനത്തിന് അകമ്പടി കൊടുക്കാനായിട്ട് പാകിസ്ഥാൻ്റെ വ്യോമസേനയുടെ സൈനിക വിമാനങ്ങളെ നിയോഗിക്കുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും തയ്യാറെടുപ്പുകളും ഒക്കെ നടത്തിയാണ് പാകിസ്ഥാൻ അവർക്ക് കിട്ടിയ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി, ഒരു സുവർണാവസരം അങ്ങ് പ്രയോജനപ്പെടുത്താമെന്ന പ്രതീതിയിൽ ഈ ചർച്ചകളുമായിട്ട് മുന്നോട്ട് പോയത്. പക്ഷേ ആ ചർച്ച നടന്നില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ യുദ്ധത്തെ സംബന്ധിച്ച്, യുദ്ധം എങ്ങനെ അവസാനിപ്പിക്കും എന്നതിനെ സംബന്ധിച്ച് ഇപ്പോഴും വലിയ ആശങ്ക തുടരുകയാണ്. ഈ യുദ്ധത്തിൻ്റെ സംബന്ധിച്ച് ഈ ചർച്ച അലസിപ്പിരിഞ്ഞതിൻ്റെ പ്രതിഫലനം ഉടനെ തന്നെ ഇറാൻ പറഞ്ഞല്ലോ, വീണ്ടും ഇറാന്റെ ചില നിബന്ധനകൾ അവർ പറഞ്ഞല്ലോ, ഉപാധികൾ പറഞ്ഞിരിക്കുന്നത്, ഒന്ന് ഈ ആണവ നിർവ്യാപനം, അതാണല്ലോ പ്രധാന ഒരു എന്താ പറയുക, ഒരു കീറാമുട്ടി. അപ്പോൾ ആ ചർച്ച ഇപ്പോൾ വേണ്ട, അത് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും സമാധാനമായിട്ടിരുന്ന് ചർച്ച ചെയ്യാം. രണ്ടാമത്തത് ഹോർമൂസ് അത് അടിയന്തരമായി തുറക്കണം, അമേരിക്ക അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്ന നാവിക ഉപരോധം പിൻവലിക്കണം. 3, യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം. ഈ 3 വ്യവസ്ഥകൾ ഇറാൻ പ്രതിനിധി സംഘം പാകിസ്ഥാനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ അമേരിക്കയ്ക്ക് കൈമാറൂ. അമേരിക്ക ഈ കാര്യത്തിൽ കൃത്യമായ പ്രതികരണം എന്താണ് നടത്തുന്നതെന്നുള്ളത് വ്യക്തമല്ല. ഏതായാലും അത് സംബന്ധിച്ചുള്ള വാർത്തകൾ വരും ദിവസങ്ങളിൽ പുറത്തു വരും. പക്ഷേ ഉടനെ അതിൻ്റെ പ്രതിഫലനം അന്താരാഷ്ട്ര എണ്ണ വിപണിയിലുണ്ടായി. 1% കൂടി ക്രൂഡ് ഓയിലിൻ്റെ വിലയിൽ വർധനവുണ്ടായി എന്നുള്ളതാണ് റിപ്പോർട്ട്. ബ്രെന്റ് ക്രൂഡ് ഓയിലിന് ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം ഏതാണ്ട് $106.5 വില ഉയർന്നു. അമേരിക്കൻ ക്രൂഡ് ഓയിലും ഏതാണ്ട് $95.4 എന്ന നിരക്കിലാണ് ഇപ്പോൾ. അതിലും വിലവർധന ഉണ്ടായതായിട്ടാണ് വിവരം. ഏതായാലും ഹോർമൂസ് ഒരു കീറാമുട്ടിയായിട്ട് ഇപ്പോഴും തുടരുന്നു. ലോകത്ത് ക്രൂഡ് ഓയിലിൻ്റെ ഏതാണ്ട് 1/5 ഭാഗവും കൈകാര്യം ചെയ്യപ്പെടുന്ന ആ ഒരു കടലിടുക്ക് ഏതാണ്ട് 2 മാസത്തോളമായി ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലാണ്. അത് പരിഹരിക്കപ്പെടേണ്ട അത്യാവശ്യമാണ്. ലോകത്തെമ്പാടും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിസന്ധികളും എണ്ണക്ഷാമവും അടക്കമുള്ളവ പുരോഗമിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനിടയിൽ ഒരു സംഗതി കൂടി ഉണ്ടായി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഒരു എക്സിറ്റ് പ്ലാൻ എങ്ങനെയെങ്കിലും ഉണ്ടാക്കണം എന്നുള്ള ഒരു വലിയൊരു ബദ്ധപ്പാടിൽ നിൽക്കുക. കാരണം അദ്ദേഹത്തിൻ്റെ സഖ്യരാജ്യങ്ങളിൽ നിന്ന് പിന്തുണയില്ല. യൂറോപ്യൻ രാജ്യങ്ങൾ അവിടെയും വലിയ ഇന്ധനക്ഷാമവും മറ്റും നേരിടുന്നത് കൊണ്ട് എങ്ങനെയും ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്നുള്ള വലിയ സമ്മർദ്ദം ട്രംപിൻ്റെ മേൽ ചെലുത്തുന്നുണ്ട്. കൂടാതെ തൻ്റെ രാജ്യത്തിനകത്ത് രാഷ്ട്രീയ ഭേദമന്യേ ട്രംപിനെതിരെ വലിയ വിമർശനം ഉയരുന്നു. അപ്പോൾ ഇതിനിടയിലാണ് വീണിടം വിഷ്ണു ലോകം എന്ന് പറയുന്നത് പോലെ വൈറ്റ് ഹൗസിൽ അവിടെ മാധ്യമപ്രവർത്തകർക്ക് കൊടുത്ത അത്താഴ വിരുന്നിനിടെ ഒരു വെടിവെപ്പുണ്ടാകും. അപ്പോൾ ചിന്തിക്കാൻ പറ്റില്ല, വൈറ്റ് ഹൗസ് പോലെ അത്ര സുരക്ഷാ സന്നാഹമുള്ള ഒരു സ്ഥലത്ത്
ഒരാൾ ഒരു തോക്കുധാരി എത്തി എന്ന് പറയുമ്പോൾ തന്നെ ആ സംഗതിയിൽ കുറച്ചൊക്കെ ഒരു പൊരുത്തക്കേടും കുറച്ചൊക്കെ കുറേ അവിശ്വസനീയതയുമുണ്ട്. ഏതായാലും അങ്ങനൊരു സംഭവം ഉണ്ടായി. അപ്പോൾ നമ്മൾ കരുതുക ഈ അമേരിക്ക വലിയ മാന്യന്മാർ, വലിയ ധനാഢ്യന്മാർ, ആ രീതിയിൽ വളരെ രസകരമായ പദവികൾ വഹിക്കുന്ന ആളുകളാണെന്നാണല്ലോ നമ്മൾ കരുതുക. അപ്പോൾ ആ മാധ്യമ സമ്മേളനത്തിൽ പങ്കെടുത്ത ചില ബിരുദന്മാർ ഈ ഒച്ചപ്പാട് ബഹളത്തിനിടയിൽ വില കൂടിയ മദ്യക്കുപ്പികൾ അടിച്ചുകൊണ്ടുപോയി. അങ്ങനെ ഒരു നാണക്കേട് അതിനിടയിലുണ്ടായി. പിന്നെ വേറെയും ചില സംഗതികൾ വരുന്നുണ്ട്. ഈ അവിടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ആദ്യം സുരക്ഷ ഒരുക്കേണ്ടത് ട്രംപിനാണല്ലോ. പക്ഷേ ആദ്യം അവർ രക്ഷിച്ചുകൊണ്ട് പോയത് അവിടുത്തെ വൈസ് പ്രസിഡന്റ് JD വാൻസിനെയാണ്. അങ്ങനെയാണ് അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്നത്. ട്രംപ് അപ്പോഴും അവിടെ ഉണ്ട്. അപ്പോൾ ആ യോഗത്തിൽ പങ്കെടുത്ത ട്രംപ് തന്നെയാണോ അതോ ട്രംപിൻ്റെ ഡ്യൂപ്പാണോ എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഇപ്പോൾ വാർത്തകൾ. ട്രംപിനെ ആരോ അപായപ്പെടുത്താൻ ശ്രമിച്ചു എന്ന തരത്തിൽ വലിയ രീതിയിലുള്ള തനിക്ക് അനുകൂലമായി വികാരമങ്ങ് കത്തിച്ചു വിടാൻ ട്രംപ് ഇപ്പോൾ കിണഞ്ഞ് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഈ യുദ്ധം എന്ന് പറയുന്നത് ട്രംപിനെ സംബന്ധിച്ച് വലിയ തലവേദനയായിട്ട് മാറിയിട്ടുണ്ടെന്നുള്ള നിസ്സംശയം പറയാം. ഏതായാലും ഈ ചർച്ച ഇപ്പോൾ അലസിപ്പിരിഞ്ഞ സ്ഥിതിക്ക് ഇപ്പോൾ ആദ്യം എനിക്ക് ഒരു കാര്യം ചോദിക്കാനുണ്ട്. അതായത് ഈ പറയുന്ന ഉപാധികൾ, ഈ ഇറാൻ പറഞ്ഞിരിക്കുന്ന ഉപാധികൾ ഈ കടലെടുക്ക്, ഹോർമുസ് കടലെടുക്കിലെ വിഷയം മാത്രമല്ല, യുദ്ധം അവസാനിപ്പിക്കണം എന്നുകൂടി, അത് ഒരു ഉടമ്പടി കൂടെ വേണമെന്നുകൂടെ പറയുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ അതിനെ സംബന്ധിച്ച മറുപടിയോ എന്തെങ്കിലും ഒരു ഫസ്റ്റ് സ്റ്റെപ്പോ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതായി അറിയാൻ കഴിയുന്നുണ്ടോ? അതിനെ സംബന്ധിച്ചുള്ള അമേരിക്കയുടെ നീക്കം എന്താണെന്ന് ഇപ്പോൾ അറിയില്ല. പക്ഷേ അമേരിക്കയ്ക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു സംഗതി ഇറാൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. അത് ഈ ഹോർമൂസ് കടലിടുക്കിൽ അവർ ടോൾ പിരിക്കണം. ടോൾ അത് അങ്ങനെ ഒരു ആവശ്യത്തിന് വഴങ്ങി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഹോർമൂസിന് മേലുള്ള പരമാധികാരം ഇറാന് അടിവരയിട്ട് സ്ഥാപിക്കും. അത് ഒരിക്കലും അമേരിക്കയ്ക്കോ അല്ലെങ്കിൽ അത് ലോകരാജ്യങ്ങൾക്ക് പോലും അംഗീകരിക്കാൻ പറ്റില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ലോകത്തെ എണ്ണ കടത്തിൻ്റെ 1/5 ഭാഗവും പിന്നെ ചരക്ക് കടത്തടക്കമുള്ളവ നടക്കുന്ന ഒരു മേഖലയാണ് ഈ ഹോർമൂസ്. അപ്പോൾ അവിടെ ഇറാന് പരമാധികാരം കൽപ്പിച്ചു കൊടുത്ത് അവർക്ക് ടോൾ പിരിക്കാൻ അടക്കമുള്ള കാര്യങ്ങളിൽ ഈ ഒത്തുതീർപ്പ് സന്ധിയുടെ ഭാഗമായിട്ട് അനുമതി കൊടുത്തു കഴിഞ്ഞാൽ അത് വലിയ പ്രത്യാഘാതം ഉണ്ടാകും. അപ്പോൾ ഇത്തരം ചില കാര്യങ്ങളിൽ കൂടി നമുക്ക് ഒരു വ്യക്തത വരാതെ. പിന്നെ ഒന്നുകൂടെ ഇല്ലേ, ഈ റഷ്യയെ കാണാൻ പോയല്ലോ, ഒമാനും റഷ്യയും ഈ പറയുന്ന പോലെ പാകിസ്ഥാന്റെ വിദേശകാര്യമന്ത്രി കണ്ടു എന്ന് പറയുന്നുണ്ട്. റഷ്യയുടെ സ്റ്റാൻഡ് ഇതിൽ എന്താണ്? നിർണായകമാകുമോ റഷ്യയുടെ സ്റ്റാൻഡ്? റഷ്യ പറയുന്നതിൽ പിന്നെ എന്താണ് റഷ്യയുടെ സ്റ്റാൻഡ് എന്തെന്ന് മറ്റ് ലോകരാഷ്ട്രങ്ങൾ ശ്രദ്ധിക്കും. എന്താണ് റഷ്യയുടെ സ്റ്റാൻഡ് എന്ന് അറിയാൻ കഴിയുമോ? റഷ്യ മാത്രമല്ല ചേട്ടാ, ഇതിൽ റഷ്യ മാത്രമല്ല, ചൈനയ്ക്കും ഇതിൽ കൃത്യമായ പങ്കുണ്ട്. കാര്യം ഈ രണ്ട് രാജ്യങ്ങളും നേരത്തെ തന്നെ ഇറാനുമായിട്ട് സഖ്യം ഉണ്ടായിരുന്ന രണ്ട് രാജ്യങ്ങളാണ്. കൂടാതെ ആ സഖ്യമെന്ന് പറയുന്നത് നിർണായകമായി സൈനികമായോ ആയുധപരമായിട്ടോ ഇറാൻ ഒരു പിന്തുണ കൊടുക്കുന്ന തരത്തിലേക്കും വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഇവിടെ റഷ്യയുമായിട്ടൊരു ചർച്ചയ്ക്ക് അല്ലെങ്കിൽ ഒരു ആശയവിനിമയത്തിന് ഇറാൻ മുതിർന്നെങ്കിൽ അത് അമേരിക്കയെ സമ്മർദ്ദത്തിലാക്കുക എന്നുള്ള തന്ത്രത്തിന്റെ ഭാഗമായിട്ടാകും. റഷ്യയും ചൈനയും നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കും എന്ന് നമുക്ക് തൽക്കാലം ഇപ്പോൾ കരുതേണ്ടതില്ല. അവർ മാനസികമായും അല്ലെ തന്ത്രപരമായ പിന്തുണ മാത്രമായിരിക്കും കൊടുക്കുക എന്ന് വേണം കരുതാൻ. അത്തരത്തിൽ അവർ നേരിട്ട് ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഉറപ്പായിട്ടും യുദ്ധം അനന്തമായി നീണ്ടുപോകും. അതിൻ്റെ പ്രത്യാഘാതവും വളരെ വലുതായിരിക്കും. ഏതായാലും അങ്ങനെ നമ്മളിപ്പോൾ ഈ ഘട്ടത്തിൽ കരുതേണ്ടതില്ല. ഏതായാലും നമ്മൾ സംസാരിച്ചു തുടങ്ങിയത് പാകിസ്ഥാന്റെ മധ്യസ്ഥ ശ്രമത്തെക്കുറിച്ചായിരുന്നു. പാകിസ്ഥാൻ ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ, പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യ മഹാരാജ്യത്തിനെ കാണിക്കാൻ വേണ്ടിയാണ് ഈ കണ്ടതെല്ലാം കാണിച്ചത് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ എന്തായാലും ആകെ ചമ്മി നാറി എന്ന് തന്നെ നമുക്ക് നാടൻ ഭാഷയിൽ പറയാം. അതുകൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് സംസാരം അവസാനിപ്പിക്കാം. പ്രേമ തന്നെ പറയും. അതെ, ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി. ഈ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് താൻ സമാധാനത്തിൻ്റെ മാടപ്രവാകാൻ വേണ്ടി ബോർഡ് ഓഫ് പീസ് എന്ന് പറയുന്നൊരു പ്രസ്ഥാനം തുടങ്ങിയിരുന്നു. അപ്പോൾ അതിലേക്ക് ശതകോടികൾ അങ്ങോട്ട് എൻട്രി ഫീസ് കൊടുത്തുകൊണ്ട് അംഗമായ ഒരു രാജ്യം കൂടിയാണ് പാകിസ്ഥാൻ. അപ്പോൾ അത്രയ്ക്ക് ഈ പാകിസ്ഥാന്റെ അമേരിക്കയുടെ പ്രീതി പിടിച്ചു പറ്റാൻ വേണ്ടി ഏറ്റവും വലിയ ലക്ഷ്യം കിണഞ്ഞ് ശ്രമിക്കുന്നുണ്ട്. പിന്നെ ജെറാഡ് കുഷ്ണർ എന്ന് പറയുന്ന ഒരാളെ കുറിച്ച് കേട്ടിട്ടുണ്ടാകും. ഈ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ മരുമകൻ കൂടിയാണ്. അപ്പോൾ അദ്ദേഹം കൂടി ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ വേണ്ടി വരുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പോൾ ട്രംപിൻ്റെ ഒരു ഉപദേശക സമിതി അംഗം കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് പാകിസ്ഥാനിൽ വലിയ നിക്ഷേപ സാധ്യതകൾ തേടുന്ന ഒരാളും കൂടിയാണ്. അപ്പോൾ പാകിസ്ഥാനോട് അമേരിക്കയ്ക്ക് ഇപ്പോൾ പ്രത്യേക താല്പര്യം ഉണ്ടാകുന്നതിൻ്റെ കാരണങ്ങളിലൊന്ന് ഇത്തരം ബിസിനസ് താല്പര്യങ്ങൾ കൂടിയാണ് എന്നുള്ളതുകൂടി നമ്മൾ ഓർക്കണം. ഏതായാലും എന്നിരുന്നാലും അസീം മുനീറിൻ്റെയും അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെയും ഒരു എന്താ പറയുക, പെട്ടെന്ന് ചുളിവിൽ ഒരു മാന്യതാ പരിവേഷം കിട്ടാനായിട്ടുള്ള ഒരു ശ്രമം അത് അടപടലം പാളി എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ പറ്റുക.